വേദം, സഞ്ജു, ഗണം എന്നിങ്ങനെ 10 പൊരുത്തങ്ങളിൽ 8ഉം ഉത്തമാണേ. വധുവരന്മാരുടെ ഭാവി ജീവിതം സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി സന്തുഷ്ടമായിരിക്കുമ്പോ നടത്തിക്കോളൂ. ഈ പെണ്ണിന്റെ ജാതകവശാൽ ഭർത്താവിന്റെ അമ്മാവന് വല്ല കുഴപ്പവും ഉണ്ടാകുമോ? അതൊന്നും കാര്യമാക്കണ്ട. പയ്യന്റെ അമ്മാവെന്ന് പറയുമ്പോ തന്നെ വയോവൃദ്ധനായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സമാധാനിക്കുക. വയോവൃദ്ധനാണോ യുവാവാണോ എന്നൊന്നും ആശാൻ നോക്കണ്ട. ഭർത്താവിന്റെ അമ്മാവന് വല്ല പ്രശ്നവും ഉണ്ടാവുമെങ്കിൽ അത് തുറന്നു പറയണം. 9ാം ഭാവാധിപനായ ബുധൻ അഷ്ടമാധിപനോട് കൂടി നീചത്തിൽ നിൽക്കയാൽ ഭർത്താവിന്റെ അമ്മാവനെ നാശം സംഭവിക്കുന്ന ആ ഫലം. വിവാഹം നടന്ന് 8ാം നാൾ ഭർത്താവിന്റെ അമ്മാവൻ മരിക്കും. അപ്പൊ 9ാം ദിവസം ശവസംസ്കാരം നടത്താം അല്ലേ അച്ഛനെ? അപ്പൊ വൈകുന്നേരം അനുശോചനയോഗം വേണം. അതിനു മുമ്പ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കണം. ഏയ് ഇതങ്ങനെ പൊതുദർശനത്തിന് വെക്കാൻ പറ്റിയ ബോഡിയല്ല. ഓർക്കസ്ട്രയുടെ പേരിൽ ഒരു റീത്ത് വെക്കാം, അത് മതി. പിന്നെ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് അന്തസ്സായിട്ട് മരിക്കണേ. അപ്പൊ ഓർക്കസ്ട്രയോ? അത് ഞാൻ എഴുതി മേടിക്കാം. നിനക്ക് അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. നിനക്ക് ഇലക്ട്രിക് ശ്മശാനം വേണോ അതോ നാടൻ കുഴി തന്നെ മതിയോ? ഗായകൻ എന്ന നിലയിൽ നിന്റെ തലച്ചോറ് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വൃക്കയും കണ്ണുകളും എങ്കിലും നീ സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യണം. ഉറപ്പാണോ ജോത്സരെ? ഉറപ്പ്. ഹതഭാഗ്യരായ അമ്മാവൻ ഞാനാണ് ജോത്സരെ. അപ്പൊ ചെറുപ്പാണല്ലേ? കർക്കിടക രാശി ലഗ്നമായി വരികയും ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് അഷ്ടമാധിപനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യാൽ ഈ ഫലം ഉറപ്പാ. നിങ്ങളുടെ ആയുസിന് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടത്താതിരിക്കുന്നതാ നല്ലത്. ഞാൻ പ്രവചിച്ചിട്ടുള്ളതൊന്നും ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. പ്രകാശ, നീ വിഷമിക്കണ്ട. സമാധാനമായിട്ട് മരിക്ക്. വേണ്ട പ്രകാശ, വേണ്ട. ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഈ വീട്ടിൽ ആരെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. മഞ്ഞുമ്മൽ മണികണ്ഠൻ ജോത്സ്യൻ ഗണിച്ചു പറഞ്ഞാൽ അത് പിഴക്കില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ബാലൻ അവിടെ കെട്ടി 8ന്റെ അന്ന് ഞാൻ തട്ടിപ്പോവളിയാ. നിന്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ജാതകവും മുഹൂർത്തമൊന്നും നോക്കിയില്ലല്ലോ. ജാതകപ്രകാരം നിന്റെ പെങ്ങൾക്ക് ചൊവ്വാദോഷമില്ലേ? എന്നിട്ട് എന്ത് ദോഷം ഞങ്ങൾക്കുണ്ടായി? ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അളിയനെ കണ്ടിട്ടുള്ളത്. കാലന്റെ സ്ഥാനത്ത് കയറി അളിയൻ നിൽക്കരുത്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനാണെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലളിയാ. രക്ഷപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവനല്ല നീ. അളിയനായ അന്ന് മുതൽ അളിയൻ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടാലിപ്പറമ്പ് തറവാട്ടിലെ 7 സഹോദരിമാരുടെ ഒരേ ഒരു കോടാലി കുഞ്ഞാങ്ങളെ അല്ലേ അളിയാ ഞാൻ. പക്ഷെ പ്രയോജനമില്ലല്ലോ. കല്യാണക്കുറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിന്റ് ചെയ്യാൻ ഇന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടുപോയി കൂടെ. എന്നാ പിന്നെ അതിന്റെ കൂടെ എന്റെ സഞ്ചയനത്തിലുള്ള കാർഡ് കൂടി അടുപ്പിച്ചോളിയാ. അത് കേട്ടോ, ഗൗളി ചലച്ചു. ഗൗളിക്ക് വയറ് വെച്ചെന്നിട്ട് ചലിച്ചതാ പ്രകാശ. എന്നാ പിന്നെ ഗൗളിക്ക് ഞാൻ ചില്ലിച്ചിക്ക മാറ്റി കൊടുക്കാം. ഇത് ബിഷപ്പിന്റെ വിളി അല്ലളിയാ, അപശകുനത്തിന്റെ മുന്നറിയിപ്പാ. എങ്ങനെയൊക്കെ ദോഷം ഉണ്ടാവുമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ? അതാ എന്റെ അഭിപ്രായം. വെറുതെ പ്രകാശമാമനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമം വരുത്തി വെക്കുന്നത് ഇവനാ. കല്യാണക്കാരിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വല്യമ്മാമന്റെ കല്യാണത്തിന് എനിക്കും പട്ടുപാവാട വേണം മുത്തച്ഛാ. എന്റെ മോക്ക് മുത്തച്ഛൻ പട്ടുപാവാട തന്നെ വാങ്ങിത്തരാം. എന്തിനാ പട്ടുപാവാട മാത്രമാക്കുന്നത്? എന്റെ ഡെഡ് ബോഡിയിലിടാൻ ഒരു പട്ടും കച്ചയും കൂടി വാങ്ങിച്ചോളൂ. ജാതകം പിഴക്കില്ല. കല്യാണം നടന്നാൽ 8ാം ദിവസം ഇവിടെ ഈ തറയിൽ കാലിങ്ങനെ മലർന്നു കിടക്കും. കുരുത്തക്കേട് പറയാതെ പ്രകാശ. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയോട് പോലും വിധി നടപ്പാക്കും മുമ്പ് ജഡ്ജി ചോദിക്കും, ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ആ ദയവ് പോലെ ഈ വീട്ടിൽ ആർക്കും എന്നോടില്ലേ? അമ്മാവും വിഷമിക്കണ്ട. എന്തെങ്കിലും പരിഹാരവും പൂജ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് വിവാഹം നടത്തിയാൽ മതി. പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞാനും ബാലനും തമ്മിൽ നേരിൽ കണ്ടാൽ കീരിയും പമ്പുവാണെങ്കിലും എന്റെ ആയുസ്സിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ഈ വിവാഹം അവൻ വേണ്ടെന്ന് വെക്കും. വരട്ടെ. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഈ കാത്തിരിപ്പ് വല്ലാത്തൊരു ശിക്ഷയാണ്. ഇനി 2.5 മാസമല്ലേ ഉള്ളൂ. ഒന്ന് സമാധാനായിട്ടിരുന്ന്. ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലേ? മുഹൂർത്ത സമയത്ത് താലി കെട്ടുമ്പോ വർഷങ്ങളായി പ്രേമിച്ച പെണ്ണിനെ കിട്ടിയ ഒരു സന്തോഷം. അതെ, എന്റെ മനസ്സിന്റെ പൂട്ട് തുറന്നതുപോലെ
ഈ ഗ്യാപ്പിനിടയിൽ വേറൊരു പെണ്ണിന്റെ മനസ്സിന്റെ പൂട്ട് തുറക്കരുത് കേട്ടോ. ഏയ്, പെണ്ണുങ്ങളുടെ മനസ്സ് തുറക്കുന്ന താക്കോല് ഞാൻ കടലിലെറിഞ്ഞു. അപ്പൊ കൊറേ നമ്പർ കാണിച്ചിട്ടുള്ള ആളാണല്ലേ? ജീവിതത്തിനൊരു ത്രില്ലൊക്കെ വേണ്ടേടോ. കുറച്ച് നമ്പരൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ തന്റെ മോതിരം വിരലിൽ കയറിയതോടെ എല്ലാം വെച്ച് കിട്ടി. സത്യം, പ്രോമിസ്, സത്യടോ. ചേടാ, ഇത് കുറെ നേരമായാലും റിസീവറും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളും കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടേ. ഫോൺ കട്ടയുടെ ഞങ്ങൾക്ക് വിളിക്കാനുള്ള. ഇത് വലിയ ശല്യമായല്ലോ. എന്താ ബാലേട്ടാ? സ്വർഗത്തിലെ കട്ടുറുമ്പുകള് ആ PCയിലെ ശാന്തകുമാറും യുണീക്കിലെ പ്രതാപനുമാ. ഒരു മിനിറ്റേ എടേ, പ്ലീസ്, അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ വാടേ പുറത്ത് പോയി അങ്ങനെ വിളിക്കാം. അസൂയ ഞാൻ വിരട്ടി വിട്ടു. പാവങ്ങള് പേടിച്ചു പോയി. പിന്നെ ഇത്തവണ ഫോണിന്റെ ബില്ല് വരുമ്പോ അച്ഛൻ ഞെട്ടിപ്പോവും. ഇന്നലെ 10 മണിക്ക് റിസീവറും പിടിച്ചിരുന്നിട്ട് 1:30-ക്കല്ലേ കട്ട് ചെയ്തത്. റിംഗ് എക്സ്ചേഞ്ചിനും കല്യാണത്തിനിടയിലുള്ള ഗ്യാപ്പ് ടെലിഫോൺ വകുപ്പിനൊരു ഭാഗ്യമാണ്. കട്ടാക്കരുത്. കട്ടായി. നിന്നോടാരാ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ? നീ എന്നെ രക്ഷിക്കണം. വല്ല ചെറ്റത്തരവും കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് കയറി വരണ്ട. പോടാ പുറത്ത്. അങ്ങനെ പറയല്ലേ ബാല. എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാ. നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. ഇതിനു മുമ്പ് പല പ്രശ്നത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിന് പിടിച്ചു പറിക്കാൻ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. നീ പോയ ബാല, അതൊക്കെ ഞാൻ നിർത്തി. എന്റെ ജീവനാ എനിക്കിപ്പോ വലുത്. നീ വാ, എല്ലാം ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ഫോൺ ചെയ്യട്ടെ. ഫോണൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നിനക്ക് ഫോൺ ചെയ്യാൻ ഞാൻ ഒരു STD ബൂത്ത് ചെയ്തിട്ടും. എന്താടാ ഒക്കെ ഞാൻ പറയാം. നീ വാ, ആദ്യം എന്റെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. നീ കാര്യം പറ. സംഗതി വളരെ സീരിയസാ. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അത് വേണ്ട. മുറിക്കകത്തേക്ക് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ തവണ വന്നു കയറി എന്നെ 1 മാസം ഓസി കൊളവാക്കിയത് ഓർമ്മയില്ലേ? ബാല, സത്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. ഓസാ വന്നതല്ല. എന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വന്നതാ. പാടാ, അകത്തോട്ടിരിക്കാം. എന്റെ പൊന്ന് പ്രകാശം മാമ, കുറെ കാലമായിട്ട് നിന്റെ അടവുകൾ 18 ഞാൻ കാണുന്നല്ലേ. എന്തെങ്കിലും ദുരുദ്ദേശമില്ലാതെ നീ എന്നെ കാണാൻ വരത്തില്ലെന്ന് എനിക്കറിയാം. കാലന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവനല്ലേ നീ. കാലൻ കാലൻ കാലൻ. ബാല, നീ കാലാന്ന് മാത്രം പറയില്ലേ. കാലന്റെ വരവില്ലാണ്ടാക്കാനാ ഞാനിപ്പോ വന്നത്. അതിന് കാലനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനല്ലല്ലോ. ഇപ്പൊ എന്റെ കാര്യത്തിൽ കാലനെയും നിനക്ക് കൺട്രോൾ ചെയ്യാം. എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ബാല. നിന്റെ ജീവൻ എന്റെ കൈവെള്ളയിൽ വെക്കാൻ ഞാൻ ആരാ ബ്രഹ്മാവ്? എന്താ വേണ്ടെന്ന് വെച്ചാ തുറന്നു പറഞ്ഞിട്ട് സ്ഥലം വിട്ടോ. ഇതിനകത്ത് കയറി താമസിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ അത് നടക്കില്ല പ്രകാശം മാമ. നമ്മൾ അമ്മാവനും മരുമോനും ആയിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ചേരൂല. ബാല, നീ എന്നെ ഡീമോറലൈസ് ചെയ്യരുത്. അത്രയ്ക്ക് തരം താണവനല്ല ഞാൻ. ഒരേ ഒരു ഉപകാരം നീ ചെയ്താൽ മതി. അശ്വതിയെ നീ വിവാഹം കഴിക്കരുത്. കൊടുകൈ 95-ലെ ബെസ്റ്റ് തമാശ. അസൂയ, നിനക്ക് അസൂയാണ്. ഒരു സുന്ദരിയായ പെണ്ണെ ഞാൻ വിവാഹം കഴിക്കുന്നതിനുള്ള അസൂയ. അസൂയ അല്ല ബാല, ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ട് പറയുന്നതാ. ദയവേത് എന്റെ റിക്വസ്റ്റ് നീ തള്ളിക്കളയരുത്. ദേ, അശ്വതി നീ കെട്ടരുത് പ്ലീസ്. എങ്ങനെ എങ്ങനെ എങ്ങനെ? നിനക്ക് അവളെ നോട്ടമുണ്ടോ? വെറുതെ തരാമെന്ന് പറഞ്ഞാലും അപശകുന സമയത്ത് ജനിച്ച അവളെ എനിക്ക് വേണ്ട. ഇല്ലെങ്കിൽ വെച്ചോണ്ട് വിളിക്കുന്നു. അവളിപ്പോൾ എന്റെ ജീവന്റെ ജീവനാണ് പ്രകാശ. ബാല, അവൾ നിന്റെ ജീവനായിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ അമ്മാവിന് ആയുസിന് കോട്ടമുണ്ടാവുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട്. നീ അവളെ കെട്ടിയാൽ കെട്ടാൻ ദിവസം എന്റെ കാറ്റ് പോകും ബാല. കൊടടാ കൈ. നിന്റെ കാറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ ഞാൻ. സത്യം ബാല, ഒരനന്തരവനും ഇത്ര ക്രൂരനാകാൻ പാടില്ല. ദയവീത് നീ അവളെ കെട്ടരുത്. ജാതക ഫലം പിഴക്കില്ല ബാല. ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. എന്റെ അച്ഛനും വിശ്വാസമില്ല. അതുകൊണ്ട് മേലാൽ ഈ കാര്യം പറഞ്ഞ് ഇതിനകത്ത് വന്നു പോരും. ബാല, ബാല, നിക്ക് ബാല. ബാല, ഞാൻ നിന്റെ കാല് പിടിക്കാം. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറയുക. ഒരു പാവമാത്മാവിനെ നീ പരലോകത്തേക്ക് പറഞ്ഞു വിടരുത്. ഈ കാര്യം മാത്രം നീ എന്നോട് പറയണ്ട. അവളുടെ കൊലച്ചിരി പ്രകാശ, ഫോട്ടോയിൽ തൊട്ടു പോരുത്. തൊട്ടാൽ നിന്റെ മരണം എന്റെ കല്യാണത്തിന് മുമ്പേ നടക്കും. ഫോട്ടോ എടു. ഫോട്ടോതാ. ദുഷ്ടനാണ് നീ. എത്ര സുന്ദരിയാണ് ഇവൾ. അയ്യ, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ അശ്വതിയെ മാത്രമായിരിക്കും. സത്യം സത്യം സത്യം. നമുക്ക് കാണാം കാണാം. കാണാം. പ്രകാശ, നീ വേണമെങ്കിൽ ദാ ഒരു ലാർജ് അടിച്ചിട്ട് പോടേ. ബുദ്ധി വളരട്ടെ. ആർക്കാണ് ബുദ്ധി വളരേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാടാ. പ്രകാശമാമ്മ നിന്നെ. എന്റെ മനസ്സ് മാറിയോ? അതല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഒരു വെടിക്ക് 2 പക്ഷി. അതെങ്ങനെ? എന്റെ വിവാഹവും നിന്റെ മരണവും. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു. ചോദിച്ചോളൂ. നിനക്ക് അവളെ തന്നെ വേണോ? വേണം. എങ്കിൽ ഈ കോടാലിപ്പറമ്പിൽ പ്രകാശൻ പന്തയം വയ്ക്കുന്നു. നിന്റെ തന്തയോടും ഇതേ പന്തയം വെച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. നീ അവളെ കെട്ടില്ല. ഞാൻ ഈ കല്യാണം കലക്കും, കലക്കി മറിക്കും, കലക്കി പൊളിക്കും. ഓക്കെ, ചിയേഴ്സ്. ചെറ്റ്. ഓടാ.